ഇന്ത്യൻ റെയിൽവേയിൽ സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്കാമാണ്. RAC എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഒരു സ്കാമാണ് സ്പെഷ്യൽ ട്രെയിൻ. കൂടുതൽ പൈസ വാങ്ങിച്ചിട്ട് ആൾക്കാരുടെ സമയത്തിന് ഒരു വിലയും കൊടുക്കാത്തൊരു സംഭവമാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സർവീസിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ഫെയർ സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ഫെയർ സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ. അപ്പോൾ എത്ര കാശാണ് ഇവർ മേടിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ ഇത് കുറ്റം പറയുകയല്ല. ഈ വണ്ടി എപ്പോൾ നോക്കിയാലും 12, 15, 16 മണിക്കൂർ ലേറ്റായിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ജബൽപൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു യാത്രയ്ക്ക് എത്ര പാർട്ട് വീഡിയോ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ആവട്ടെ. അപ്പോൾ നമുക്ക് ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു. നമ്മുടെ മലയാളികൾ നടത്തുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് രാത്രിത്തെ ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിൽ പോകാം. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ മലയാളികൾ വരുന്നുണ്ടാവും, പക്ഷേ ഞാൻ ഇപ്പം കാണുന്നതല്ല ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഈ ഒത്തുകൂടാൻ ഈ ഭക്ഷണം കഴിച്ച് മിണ്ടിയും പറഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എല്ലാവരും വരുന്നത്. ആൾക്കാരൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. ഞാൻ ഒരു മസാല ദോശയും പിന്നെ ഒരു ചായയും പറഞ്ഞു. ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ മസാല ദോശ കഴിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ദോശ കഴിച്ചിട്ട്. അമ്മേ, എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മസാല ദോശ കഴിക്കുന്നത്. നല്ല വലിയ മസാല ദോശ, നമ്മുടെ അതേ സ്റ്റൈല് മസാല ദോശ, പിന്നെ സാമ്പാർ, പിന്നെ ചമ്മന്തി. ഇവരിവിടെ സ്പൂണും ഫോർക്കും ഒക്കെ കൊടുക്കും കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ചിലരൊക്കെ ദോശ കഴിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മസാല ദോശ കഴിക്കാം. കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ അടുത്ത പോലത്തെ മസാല ദോശ ആ സെയിം ടേസ്റ്റ് തന്നെ. ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ ടേസ്റ്റ് അല്ല, നോർമൽ മസാല ദോശയില്ല അതേപോലെ തന്നെ. അത് ബീട്രൂട്ടൊന്നുമില്ല കേട്ടോ. നോക്കും, ബീട്രൂട്ട് അങ്ങനെയൊന്നുമില്ല, നോർമൽ മസാല ദോശ. ഒരു ആവറേജ് മസാല ദോശയാണ്. അങ്ങനെ വലിയ കൂടുതൽ എക്സ്പെക്റ്റേഷനൊന്നും വെച്ച് കഴിക്കരുത്. നോർമൽ മസാല ദോശ, നമ്മളിവിടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ കടയിൽ കിട്ടുന്ന ടൈപ്പ് മസാല ദോശ. ഇവിടെ കൂടുതലും ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് വരുന്നത്. മലയാളികളും ഇപ്പോൾ വരുന്ന കണ്ടിട്ടുണ്ട്. മലയാളികൾ കൂടുതലും പാഴ്സൽ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. 165 രൂപ കേട്ടോ ഒരു മസാല ദോശയ്ക്ക്. അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഈ മസാല ദോശ കഴിച്ചാൽ ഭയങ്കര കത്തി റേറ്റ് ആയിരിക്കും. തമിഴ്നാട് വെച്ച് ഈ നോർത്തിലൊക്കെ വന്നാൽ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മളിനി നേരെ ജബൽപൂർ സ്റ്റേഷനിൽ പോകണം. ജബൽപൂർ സ്റ്റേഷനിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ജബൽപൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം 6 എൻട്രൻസ് ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. വലിയ അലമ്പൊന്നും ഇല്ലാത്ത സ്റ്റേഷനാണ്. പക്ഷേ ഈ റൂട്ടുണ്ടല്ലോ, ഈ റൂട്ട് ഈ മുംബൈ കൊൽക്കത്ത റൂട്ടിൽ പോകുന്ന കുറേ വണ്ടികളൊക്കെ പോകുന്ന റൂട്ടാണ്. അതുകൊണ്ട് ബീഹാർ വണ്ടികളൊക്കെ അത്യാവശ്യം നിർത്തും. അത്യാവശ്യമല്ല, എല്ലാ വണ്ടി നിർത്തും. ബീഹാർ വണ്ടികളൊക്കെ പോകുന്നതായതുകൊണ്ട് കച്ചറ പ്ലാറ്റ്ഫോമിലുണ്ട്, പക്ഷേ പുറത്തത്രയൊന്നും ഇല്ല കേട്ടോ. 6 പ്ലാറ്റ്ഫോം മാത്രമുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ വണ്ടി മിക്കവാറും 5 നിന്നായിരിക്കും വിടുന്നത്. NTS ആപ്പ് റെയിൽവേയുടെ ആണല്ലോ. അപ്പോൾ അതിൽ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ നമ്പറൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. പക്ഷേ വേറസ്മി ട്രെയിനിൽ നോക്കരുത്, അതിൽ തെറ്റായിരിക്കും. NTS ആപ്പിൽ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഞാനങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ തെറ്റിക്കാറില്ല. ഞാനിവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴേ നമ്മൾ ഈ വീട്ടിൽ കൊതുകിനെ മറ്റേ ബാറ്റിംഗ് കൊണ്ട് അടിക്കത്തില്ലേ, പടക്ക് പടക്ക് ശബ്ദം കേൾക്കത്തില്ലേ, ആ ശബ്ദം മൊത്തം കേൾക്കുന്നേ. നോക്കിയപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ എല്ലായിടത്തും ഇൻസെക്ട് ട്രാപ്പർ വെച്ചേക്കുന്നുണ്ടോ, ഇൻസെക്റ്റിനെ മറ്റേ കൊല്ലുന്ന ആ ഒരു ഇലക്ട്രിക്കിൻ്റെ സാധനം നോക്ക് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഇൻസെക്ട് കില്ലർ കാണുന്നത് കണ്ടോ. കൊള്ളാമല്ലേ സെറ്റപ്പ്. അതുകൊണ്ട് ഇവിടെ ഈച്ച ശല്യമോ കൊതുക് ശല്യമോ ഒന്നുമില്ല. അന്നപ്പോൾ ഭയങ്കര ക്ലീന്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. വേറെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കണ്ടില്ല. ഞാൻ നിങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് ട്രെയിൻ കാണിക്കാം. ഇറ്റാർസിയിൽ നിന്ന് ഭോപ്പാൽ വരെ 91 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതായത് ഒരു 1.5-2 മണിക്കൂറൊക്കെ മതി നോർമൽ ട്രെയിനിന്. പക്ഷേ ഇറ്റാർസിയിൽ നിന്ന് ഭോപ്പാലിലേക്ക് 735 കിലോമീറ്റർ എന്തോ ഓടി, അതായത് 10-18 മണിക്കൂറോളം യാത്ര ചെയ്തൊരു പോകുന്നൊരു വണ്ടി ദണ്ട് ഇവിടെ വന്ന് നിപ്പുണ്ട്. എൻ്റെ പേരെന്താണെന്നറിയോ? വിന്ധ്യാചൽ എക്സ്പ്രസ്. ഡി കിടക്കുന്നതാണ് ആ മഹാൻ. എന്തുവാടേ ഇത്? ഇറ്റാർസിയിൽ നിന്ന് ഈ വണ്ടി ജബൽപൂർ വന്നിട്ട്, ജബൽപൂർ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ വന്ന മറ്റേ കറ്റ്നി മുർവാഡ ആ ഒരു വഴി കൂടെ ഒക്കെ കയറി ആണ് ഈ വണ്ടി ബിന ജംഗ്ഷൻ വഴി ഭോപ്പാൽ പോകുന്നത്. പോരെ, ഇങ്ങനെ പോകേണ്ട വണ്ടി ഇങ്ങനെ കറങ്ങി ചുറ്റി വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇതാണ് ആ വണ്ടി. ആ വണ്ടി ഇവിടെ നിന്ന് വിടാൻ പോവുകയാണ്. വിന്ധ്യാചൽ എക്സ്പ്രസ് കേട്ടോ. ഇറ്റാർസിയിൽ നിന്ന് ഭോപ്പാൽ പോകുന്നൊരു വണ്ടിയാണ്. ഇറ്റാർസിയിൽ നിന്ന് വൈകിട്ട് 4:30 എടുക്കുന്നതാണ്. അടുത്ത ദിവസം ഉച്ചയൊക്കെ ആവാറാകുമ്പോഴാണ് ഈ വണ്ടി ഭോപ്പാൽ എത്തുന്നത്. ഇതിനാകെ ഒരു AC-യും 2-3 സ്ലീപ്പറുള്ളൂ, ബാക്കിയെല്ലാം ജനറലാണ്. ചെറിയ വണ്ടിയാണ് കേട്ടോ. എന്തൊക്കെ തരം വണ്ടിയല്ല നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലുള്ളത്. നമ്മുടെ ജബൽപൂർ കോയമ്പത്തൂരിന് അനൗൺസ്മെൻറ്റ് വന്നേ. പ്ലാറ്റ്ഫോം 2 വണ്ടി വിടുന്നതെന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം 5 ഒന്നും അല്ല കേട്ടോ.
പ്ലാറ്റ്ഫോം 2 ആണ്. അപ്പോൾ അവിടെ പോവാം. പ്ലാറ്റ്ഫോം 2-ൽ ഇപ്പോൾ ഓൾറെഡി ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് കാശി എക്സ്പ്രസ് എന്ന് പറഞ്ഞ മുംബൈക്ക് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് പോയിട്ട് മിക്കവാറും നമ്മുടെ റേക്ക് വരും. 11:18 സമയം ഇപ്പോൾ രാത്രി. ഇതുവരെയായിട്ട് നമ്മുടെ റേക്ക് വന്നിട്ടില്ല. എപ്പോൾ ഓരോന്നൊരു പിടിയില്ല. ഈ സമയത്ത് കുറേ വണ്ടികൾ നമുക്ക് നല്ല തേപ്പ് കിട്ടും. കാര്യം നമ്മുടെ വണ്ടിയുടെ പുറകിലൊരു നമ്മൾ വണ്ടി വിടുന്നത് 11:50. 11:30 ഒരു വണ്ടി വിടും, 11:40. പിന്നെ അത് കഴിഞ്ഞിട്ട് 12 മണി, 12:30, 12:15 എല്ലാം ഈ ബീഹാർ പിന്നെ കൊൽക്കട്ടയിൽ നിന്ന് മുംബൈ പോകുന്ന റൂട്ടിലേക്ക്, നമ്മൾ പോകുന്ന റൂട്ടിലേക്കുള്ള വണ്ടികളാണ്. അപ്പോൾ എല്ലാം കയറി രാത്രി ഓവർടേക്ക് അടിക്കും. ഈ വണ്ടി എപ്പോഴും ലേറ്റ് ആവുന്നത് ഈ ഇറ്റാർസി കഴിഞ്ഞുള്ള സെക്ഷനിൽ. അതായത് ഈ വണ്ടി ശരിക്കും പോകുന്നത് ഇറ്റാർസി വരെ പോയിട്ട് അവിടെ നിന്ന് മംഗള എക്സ്പ്രസിൻ്റെ സെയിം റൂട്ട് പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇറ്റാർസി കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി എപ്പോഴും ലേറ്റ് ആവുന്നത്. ഈ ജബൽപൂരിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്കുള്ള ഡയറക്റ്റ് വീക്ക്ലി വണ്ടിയാണ് മറ്റേ പട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റ്. അത് ട്രെയിൻ നമ്പർ 22670. അത് ഇവിടെ നിന്ന് രാവിലെ 6:00 വിടും. അടുത്ത ദിവസം രാത്രി 9:40 എറണാകുളം എത്തും. 22670 ആ പാട്നയാണ്, മറ്റേതല്ല. 22670 നമ്പറുള്ളൊരു വണ്ടിയുണ്ട്. പ്രയാഗ്രാജ് വഴി വരുന്ന എന്തോ വണ്ടിയാണ്. ആ വണ്ടിയാണ് ഈ ജബൽപൂർ വഴി വരുന്നത്. നമ്മുടെ കോയമ്പത്തൂർ വണ്ടിക്ക് കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത് കേട്ടോ. വണ്ടി ഫുള്ളാണ്, ഒറ്റ സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. ഏകദേശം 10 മിനിറ്റും കൂടെ ഉള്ളൂ ഇനി വണ്ടി വിടാൻ വേണ്ടി. ഇപ്പോൾ സമയം 11:40 ആവാറായി. ഇതിലായിട്ടും ബ്രേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 12 മണിയൊക്കെ കഴിയുമെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ വണ്ടി കയറാനുള്ള ആൾക്കാരാണ് കേട്ടോ. വിടേണ്ട സമയം എന്നിട്ട് വണ്ടിയുടെ പൊടി പോലും കാണുന്നില്ല കേട്ടോ. ഒരു രക്ഷയില്ല. ഇതാണ് ഈ വണ്ടി ഇപ്പോൾ ലേറ്റ് ആകുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം സമയം 12:05 കേട്ടോ. ഇതിലായിട്ടും വണ്ടിയുടെ പൊടി പോലും ഇല്ല കേട്ടോ. എന്ത് പരിപാടിയാണെന്ന് നോക്കിയേ. വണ്ടി നോക്കി നിൽക്കുന്നവന്മാരെല്ലാം മണ്ടന്മാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളടക്കം നമ്മുടെ വണ്ടിയുടെ ലോക്കോ പോയി നോക്കാൻ എന്തായാലും സമയം കിട്ടത്തില്ല. കാരണം ഡിപ്പാർച്ചർ ടൈം കഴിഞ്ഞു. അപ്പോൾ അവർ മാക്സിമം വേഗം എടുക്കാനേ നോക്കത്തുള്ളൂ. എന്തായാലും മാക്സിമം നോക്കാം. എനിക്ക് തോന്നുന്നില്ല, നമ്മളൊന്നാമത് വണ്ടിയുടെ ബാക്കിലാണ്, ലോക്കോ ഏറ്റവും ഫ്രണ്ടിലല്ലേ. നടന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. കാരണം വണ്ടിയിൽ ഇപ്പോൾ കയറാനും നല്ല തിരക്കുണ്ട്. ബ്രേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു റെഡ് ബ്ലിങ്കിങ് ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കാം. ഇപ്പോൾ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ എപ്പോഴേലും കാണിക്കാം ലോക്കോ. എന്തായാലും G9 ആയിരിക്കും, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. വണ്ടി റീഷെഡ്യൂളായി 12:40 വിടത്തുള്ളതെന്ന് പറഞ്ഞ് ഇപ്പോൾ അനൗൺസ് ചെയ്തു. അതായത് 50 മിനിറ്റ് ലേറ്റ്. വിടുമ്പോൾ മിക്കവാറും 1 മണിയാവും. റേക്ക് എതിരെ വന്നിട്ടില്ല. ഇപ്പോൾ സമയം 12:20 അപ്പോൾ ഒരു 10-20 മിനിറ്റിൽ റേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ പരിപാടിയാണ് നോക്കണേ. 12:40 ഇവിടെ വിടുന്ന ഒരു ടൈം സ്ലോട്ട് ഉണ്ട്, ഒരു അഗർത്തല മുംബൈ LTT AC എക്സ്പ്രസ്. ആ ടൈം സ്ലോട്ടിൽ വിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്താണോ എന്തോ എനിക്കറിയത്തില്ല ഇവന്മാർ എന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നതെന്ന്. ഇത്രയും നേരം നമ്മുടെ വണ്ടി ഇവിടെ അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ വേറെ ഏതോ ഹൗറ പോകുന്ന വണ്ടി അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഇവിടെ കോച്ച് പൊസിഷൻ കാണിക്കുന്നുമുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ എവിടാണോ, എപ്പോൾ വിടുമെന്നോ എവിടെ വരുമെന്നോ ഒന്നും പറയുന്നില്ല. ഏതാണ്ടൊരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ വണ്ടിയാണോ എന്നും അറിയത്തില്ല. എന്തൊക്കെയാണോ ദൈവമേ. നമ്മുടെ വണ്ടിയുടെ റേക്കാണെന്ന് തോന്നുന്നു കേട്ടോ വരുന്നത്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു P4 ആണോ, G9 അല്ല എന്തായാലും. കാരണം ഹെഡ്ലൈറ്റ് മുകളിലാണ്. ഏത് ലോക്കോ അറിയത്തില്ല, നോക്കട്ടെ. P4 ആണെന്ന് തോന്നുന്നു ദൂരെയെന്ന് കണ്ടിട്ട്. നമ്മുടെ വണ്ടി ആണോന്നും അറിയത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം ഇവിടെ വേറെ വണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. WG7 ഗുഡ്സ് ലോക്കോ ആണ് വലിച്ചുകൊണ്ട് വരണം. അപ്പോൾ മിക്കവാറും ഇത് തന്നെയായിരിക്കും നമ്മുടെ ലോക്കോ കേട്ടോ. ജാൻസിയുടെ WG7 നല്ല ഫ്രഷ് സാധനമാണ്. അപ്പം ഇതല്ല വണ്ടി. സോറി ഗൈസ്, ഇതല്ല വണ്ടി. ഇത് ഹൗറ പോകുന്ന വണ്ടിയാണ്. വീണ്ടും തേച്ച് കളഞ്ഞ് നമ്മളെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോഴൊന്നും വിടത്തില്ലെന്ന് ചുരുക്കം. 12:30 ഇനിയിപ്പോൾ പോരെ. ഇത് ഹൗറ പോകുന്ന വണ്ടിയാണ്. നോക്ക്, ജബൽപൂർ ഹൗറ. ഇതൊക്കെയാണ് പക്ക തോന്നിവാസം എന്ന് പറയുന്നത്, മനസ്സിലായോ? ഒരു വണ്ടി അനൗൺസ് ചെയ്തിട്ട് വേറെ വണ്ടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ വണ്ടി എവിടെയാണെന്നൊന്നും മിണ്ടുന്നില്ല. 12:40 പറയും. അതുകൊണ്ട് നമുക്ക് സമയം നോക്കുക. 12:39 പോരെ. അതെ, ഇപ്പോൾ 1 മണിക്ക് ഇവിടത്തുള്ളൂ പോരെ. എന്തൊക്കെയാണോ പറയുന്നതെന്നാ. 12:40 ഇവിടെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ട് പറയാം 1 മണിക്ക് ഇവിടത്തുള്ളെന്ന്. ഈ വണ്ടി 12:55 എടുക്കത്തുള്ളെന്ന്. 1 മണിക്കല്ലേ നമ്മുടെ സ്പെഷ്യൽ വിടുമെന്ന് പറഞ്ഞേ. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? 1:03. ആ നേരത്തെ വന്ന ഹൗറ വണ്ടി പോലും വിട്ടില്ല. അതിൻ്റെ ലോക്കോ പോലും വന്നിട്ടില്ല, അറിയോ? ലോക്കോ വന്നിട്ടില്ല. ഇതിനി ലോക്കോ വന്ന് പിടിപ്പിച്ച് പോയിട്ട് നമ്മുടെ വണ്ടിയും വരണം. അപ്പോൾ 2 മണിയെങ്കിലും ആവും. നിങ്ങൾ നോക്കിയോ, ഉറപ്പാണ്. 2 മണി കഴിഞ്ഞില്ലേലേ ഉള്ളൂ അത്ഭുതം. കണ്ടോ, ഇപ്പോൾ 1:15 സമയം. കണ്ടോ എന്തോ പരിപാടിയൊക്കെ നോക്കണേ.
12:40 1 മണിയായി. ഇനിയിപ്പോൾ 1:15, ഇനിയിപ്പോൾ 1:30, 2 മണിയൊക്കെ ആവും വേണം. നോക്കിക്കോ, 1 മണി 8 മിനിറ്റ് ആയപ്പോൾ ഈ ഹൗറ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇനി മിക്കവാറും 1:30 അടുപ്പിച്ചെങ്കിലും ആവും. അറിയില്ല ഇനി എന്താവുമെന്ന്. അത് കഴിഞ്ഞ് വിടുമ്പോൾ എത്ര മണിയാവുമെന്ന് നോക്കാം. എന്തോ ഒരു വെട്ടം ദൂരേന്ന് കാണാം. ആ വെട്ടം വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ചാടി എണീറ്റ് കേട്ടോ. ഇപ്പോൾ 1:15 1:30 ആയിട്ടുണ്ട്. കോമഡി എവിടെ നടക്കുന്നത് എൻ്റെ ദൈവമേ. ഇപ്പോൾ ആ വെട്ടം കണ്ടപ്പോൾ എല്ലാവരും ചാടി ഇറങ്ങിയപ്പോൾ. ഫൈനലി നമ്മുടെ ഐറ്റം വരുന്നുണ്ട്. ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രെയിൻ. വെറും സ്പെഷ്യൽ അല്ല കേട്ടോ, സ്പെഷ്യൽ ഫെയർ സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ വിത്ത് ജീണയൻ ലോക്കോ. ജീണയനാന്ന് തോന്നുന്നു വരുന്നത്. ആ ലൈറ്റ് കണ്ട് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ മന്ദം വരുന്നുണ്ട്. 15 വിടേണ്ട വണ്ടി ഇപ്പോൾ സമയം 1:20 അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. WP7 എൻ്റെ ദൈവമേ, ഇത് നമ്മുടെ ഇത്. അയ്യോ, ലോക്കോ മാത്രമേ ഉള്ളൂ. അയ്യേ, പറ്റിച്ച് ലോക്കോ പോയി. അയ്യേ, പറ്റിച്ച്. എല്ലാവരും വലിയ കാര്യത്തിന് ഇറങ്ങി നോക്കി നിന്നതാ. അയ്യോ എൻ്റെ ദൈവമേ, ഇവിടെ ഉള്ളവന്മാരെ എല്ലാം മണ്ടന്മാരാക്കും കേട്ടോ. എല്ലാവരും വലിയ കാര്യത്തിന് ബാക്ക് എടുത്ത് റെഡിയായി നിൽക്കുമായിരുന്നു പണ്ടറടങ്ങാൻ വേണ്ടി. ഇനി എനിക്ക് തോന്നുന്നില്ല ആ ലോക്കോ ആണോ എന്നറിയത്തില്ല. എന്തായാലും ലോക്കോ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ലോക്കോ ആണ് സെറ്റ്. P7 ആയിരിക്കും. എന്തോ ഒരു വെട്ടം കണ്ട് വീണ്ടും വരുന്നുണ്ട്. അത് വരുന്ന കണ്ട് എല്ലാവരും കണ്ട് വീണ്ടും എണീറ്റ് വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത്രയ്ക്ക് നിർഗുണം പിടിച്ച ഒരു ട്രെയിൻ സർവീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല കേട്ടോ. ഇത് എന്നെങ്കിലും ഈ സാധനം സമയത്ത് ഓടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. വിവേക് എക്സ്പ്രസ് പോലും സമയത്ത് ഓടാറുണ്ട്. ഇതിൽ എത്ര ഭേദമാണ് വേറെ അല്ലാത്ത സ്പെഷ്യൽ ട്രെയിനുകൾ. ഇത് എന്തൊരു വണ്ടിയാണോ അത് ദൈവമേ. ഇതേതാ, G9 ആണോ? ഇത് G9 ആണ്. ഇന്ത്യൻ പതാകയുടെ ലിവറിയുള്ള G9 ആണല്ലോ. ഇത് കണ്ട ഫ്രണ്ടിലൊരു ഇന്ത്യൻ പതാകയുടെ ഒരു ലിവറി പോലെ. കൃഷ്ണരാജപുരത്തിൻ്റെ കേട്ടോ. ലോക്കോ എന്തായാലും പിടിച്ചു. നല്ല കിടില ലോക്കോ. എന്തോ സ്പീഡാന്ന് നോക്കിയേ, പറക്കുന്ന സ്പീഡ് കേട്ടോ. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WG9 ലോക്കോ ആണ് നമ്മുടെ റേക്കിനെ കൊണ്ടുവരുന്നത്. 3282 ഈ വണ്ടി ഈ ലോക്കോനെ ആയിരിക്കും ലീഡ് ചെയ്ത് കൊണ്ടുവന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയും ഈ സെയിം ലോക്കോ ആയിരുന്നു ഈ വണ്ടിക്ക്. ഞാൻ ഒരു പിക്ക് കണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ലോക്കോ. ഇനി ആ ലോക്കോ കാണിക്കുന്നൊന്നുമില്ല. ഇനി ലോക്കോ കാണിക്കാൻ പോയാൽ വണ്ടിയിൽ പോയി വിട്ടുപോകും. അതുമല്ല 1:30 11:50 വിടാൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ സമയം 1:38 അറിയോ. ഉണ്ട് ജബൽപൂർ കോയമ്പത്തൂർ. ജനറലൊക്കെ ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ടോ എനിക്ക്. അമ്മേ, 15:50 വിടേണ്ട വണ്ടിയുടെ റേക്ക് വന്നത് 1:40 പോരെ. അപ്പോൾ ഇനി ഇതൊന്നും അല്ല ലേറ്റ്. ഇനി ലേറ്റ് ആകാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ എന്തായാലും 2-2.5 മണിക്കൂർ ലേറ്റ് ആയിട്ടായിരിക്കും ഇവിടെ നിന്ന് വിടുന്നത്. അപ്പോൾ ഈ ഗുഡ്സ് ലോക്കും കൂടെ ആയതുകൊണ്ട് ലേറ്റ് കൂടത്തേ ഉള്ളൂ. 90 അല്ലേ സ്പീഡ്. പിന്നെ വഴിയിൽ കിട്ടുന്ന എല്ലാ വണ്ടിയുടെയും തേപ്പ് ഇത് കെട്ടി എത്ര മണിക്കൂർ ലേറ്റ് ആവും നമുക്ക് കണ്ടറിയാം കേട്ടോ. ആദ്യമൊക്കെ സ്ലീപ്പറാണ്. നമ്മളിതിൻ്റെ AC 2 ടയർ ആണ് പോകുന്നത്. A2 ആണ് നമ്മുടെ കോച്ച്. ബ്രേക്കൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ. പുറത്തൂടാണേലും അകത്താണേലും അത്യാവശ്യം വൃത്തിയുണ്ട്. AC എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. സ്ലീപ്പറൊക്കെ കൊള്ളാം കേട്ടോ. പുറത്തൂടെ നല്ല വൃത്തിയുണ്ട്. ഇതിൽ ഈ ബോർഡ് വെച്ചിരിക്കുന്നത് പഴയ ബോർഡാണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ റേക്ക് ഷെയറിംഗ് ഒന്നുമില്ല. ഇതിൽ കണ്ട് നിസാമുദ്ദീൻ ബാന്ദ്ര എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഫേക്കാണ്. ഈ ബാന്ദ്രയ്ക്ക് പോകുന്ന വണ്ടി ഇപ്പോൾ ഇല്ല. നിസാമുദ്ദീൻ പോകുന്ന മറ്റേ ശ്രീധാം സൂപ്പർ ഫാസ്റ്റ് ആണ്. അത് LHB ആണ്. അതുമായിട്ട് ഇപ്പോൾ റേക്ക് ഷെയറിംഗ് ഇല്ല. അപ്പോൾ ഇത് ജബൽപൂർ കോയമ്പത്തൂർ മാത്രം ഒറ്റ റേക്കാണിത്. അപ്പോൾ റേക്ക് ഷെയറിങ്ങിൻ്റെ ബോർഡൊക്കെ തെറ്റാണ് കേട്ടോ അതിൽ കൊടുത്തേക്കുന്നത്. 9 സ്ലീപ്പറുണ്ട്. പിന്നെ B1 B2 പിന്നെ ഇതിന് ഫസ്റ്റ് AC ഒക്കെ ഉണ്ട്. നമ്മുടെ കോച്ച് ഫസ്റ്റ് ACയുടെ അടുത്താണ്, ഏറ്റവും ബാക്കിലായിട്ടാണ്. നല്ല കിടില റേക്കാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. അകത്താണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതൊക്കെ കൊള്ളാം, സംഭവം കൊള്ളാം. പക്ഷേ ഇത് ഓൺ ടൈം ഓടാത്തതാണ് ഈ മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രെയിൻ ഓൺ ടൈം ഓടാറില്ലല്ലോ. പക്ഷേ ഇത് ഒരു ദയയില്ലാത്ത റണ്ണാണ് സാധനം പോണേ. ഇതിന് 6 3 ടയർ ഉണ്ട് കേട്ടോ. 6 3 ടയർ, 2 2 ടയർ, പിന്നെ ഒരു ഫസ്റ്റ് AC ആണ് ഇതിന് കൂടുതൽ. A1 നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് A2ലാണേ. ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. അമ്മേ, ആൾക്കാരൊക്കെ കയറുന്നതിന് മുമ്പ് ഞാൻ കയറി പോയിട്ട്. എൻ്റെ സീറ്റ് 17 സൈഡ് ഓവറാണ്. ഇവിടെ 3rd റോ ആയിരിക്കും. ഇത് തന്നെ, ഇതാണ് നമ്മുടെ സീറ്റ് കേട്ടോ. ബെഡ്ഷീറ്റ് സംഭവങ്ങളെല്ലാം ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. നേരെ എടുത്ത് വിരിച്ചാൽ മാത്രം മതി. 2 മണിയായി. ഇതിനായിട്ട് വണ്ടി വിട്ടിട്ടില്ല കേട്ടോ. അകത്ത് ഒന്നും പറയണ്ട, ഞാൻ കാണിച്ചു തരാം അകത്തെ പരിപാടിയെ. ഇവിടെ എൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു ഫാമിലി ഉണ്ട്. അവരുടെ വീടും കിടക്കെ എടുത്തോണ്ടാന്ന് അവർ ട്രെയിനിൽ കയറിയേക്കുന്നത്. ചെറുക്കൻ്റെ ബാറ്റ്, ബോള്, ഇത് ഒരു 5-6 പെട്ടി ഇതിനടിയിലുണ്ട്. അതിലൊരു പെട്ടി എൻ്റെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സോക്കേടാന്നൊക്കെ. ഒരു ലിമിറ്റിൽ ഈ ബാഗ് കൊണ്ടിരുന്നത് എന്നറിയോ. 2 മണി 7 മിനിറ്റായി. ഇതിലായിട്ട് ഈ നാശം പിടിച്ച വണ്ടി വിട്ടിട്ടില്ല. 12:50 1:50 ഇപ്പം തന്നെ 2 മണിക്കൂർ കഴിഞ്ഞു.
ഏത് കാലത്ത് എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. പിന്നെ അയ്യോ ഒന്നും പറയണ്ട. ട്രെയിനിൽ പോകുമ്പോൾ ലഗേജ് കൊണ്ടുവന്നൊരു ലിമിറ്റുണ്ട്, അതറിയാത്തവന്മാരാണ്. അത് പിടിക്കാനും ആരുമില്ല. എത്ര ബാഗാന്ന് പറയും, കെട്ടുകണക്കിന് ബാഗാണ് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ളവന്ന് ഇരിക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. എൻ്റെ ദൈവമേ മടുത്തു കേട്ടോ ഓരോരോ ഇത് കാണുമ്പോൾ. വലിയ ഉപകാരം വണ്ടി എടുത്ത് 2:35 എടുത്ത്. അതായത് പഴന്തമ്മന് എടുക്കേണ്ട വണ്ടി 12:50, 1:50, 2 മണിക്കൂർ 45 മിനിറ്റ് ലേറ്റ്. പോരെ, 2 മണിക്കൂർ 45 മിനിറ്റ്, 2.25 മണിക്കൂർ ലേറ്റ്. പോരെ, എന്ത് പറയാനാ. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ ഇനി എത്ര മണിക്കൂർ ഡിലേ ആവുമെന്ന് കണ്ടറിയാം. ഉറക്കമൊക്കെ പോയിരിക്കുകയാണ്, ഞാൻ കിടന്നുറങ്ങട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം രാവിലെ 7:30 ആയി. നമ്മളിപ്പം ഇറ്റാറസി ജംഗ്ഷനിലേക്ക് കയറുകയാണ്. വെറും 4 മണിക്കൂർ ലേറ്റ് മാത്രമേ ഉള്ളൂ. കയറിക്കൊണ്ടിരിക്കട്ടെ ഇങ്ങനെ മന്ദം ഉരുണ്ട്. എൻ്റെ ഉറക്കം തീരെ റെഡി ആയിട്ടില്ല. കാരണം 2:30-ക്കാണ് ഉറങ്ങിയത്. 6:30 ആയപ്പോൾ എണീറ്റ് 4 മണിക്കൂർ ഭയങ്കര പൂച്ച ഉറക്കം എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ ഉറക്കമായിരുന്നു. ഉറക്കം തീരെ റെഡി ആയിട്ടില്ല. ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടാണെന്ന് ഉറങ്ങണം. നമ്മൾ ഉറക്കം റെഡി ആയില്ല, നമ്മൾ ആ ഒരു ഡേ അങ്ങ് പോയി കിട്ടും. അതൊരു പ്രശ്നം. നമ്മളങ്ങനെ ഇറ്റാർസി കയറുക. ഇറ്റാർസിയിൽ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കയറുകയാണ്. ഏതോ അറ്റത്തുള്ള പ്ലാറ്റ്ഫോമാണേ ഇത്. ഇവിടെ നിന്ന് ഇനി ഏതേ കാലത്ത് എടുക്കുമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. 7:30 ഇപ്പോൾ സമയം. ഇപ്പം തന്നെ 4 മണിക്കൂർ ലേറ്റായി. അപ്പോൾ ഇനി നമ്മൾ മറ്റേ ആ ഭുസാവലിലൊട്ടി കയറുമ്പോൾ ഇതിനപ്പുറമായിരിക്കും അവസ്ഥ. എന്തൊരു കൊള്ളാം. നമുക്കിനി ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് ലോക്കോ നിങ്ങളെ കാണിക്കും. ഇന്നലെ രാത്രി എനിക്ക് ലോക്കോ മര്യാദ കാണിക്കാൻ പറ്റില്ല. ഒരു വെറൈറ്റി ഐറ്റമാണ്. ആ ലോക്കോയുടെ ഫേസ് മുന്നിലത്തെ ഭാഗം മാത്രം അവർ ട്രൈ കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. വണ്ടി എടുക്കത്തൊന്നുമില്ല, നോക്കാം. രണ്ട് അപ്പുറത്ത് ജലം എക്സ്പ്രസ് വന്ന് കയറിയിട്ടുണ്ട്. ജമ്മു തവിന് പൂനെ പോകുന്നത്. അത് നമ്മൾ പോകുന്ന റൂട്ടാണ്. അപ്പോൾ അത് പോയിട്ടായിരിക്കും മിക്കവാറും നമ്മൾ പോകുന്നത്. നോക്കിയോ, ഞാൻ ലോക്കോ നോക്കാൻ പോയില്ല കേട്ടോ. ഞാൻ അങ്ങ് ചെല്ലാറായപ്പോഴേക്കും സിഗ്നൽ വീണ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വണ്ടി കയറി വണ്ടി എടുത്തു കേട്ടോ. ഇവരെന്താ കാണിക്കുന്നത് നോക്കും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും പയ്യെ എടുക്കത്തുള്ളൂ, പക്ഷേ വേഗം എടുത്തു. അപ്പോൾ മിക്കവാറും ആ ജലം കയറി ഓട്ടയ്ക്ക് അടിക്കുക എവിടെയെങ്കിലും വെച്ചിട്ട്, അത് ഉറപ്പാണ്. അല്ലാത്ത സമയത്തൊക്കെ 1/2 മണിക്കൂറൊക്കെ ഇടും. ഇത് 7:30 വന്നുകൊണ്ട് 7:41 എടുത്ത്. അമ്മയെ ചരിത്രം തന്നെ. ഇത് ക്രൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ക്രൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എടുത്ത വണ്ടി. ജബൽപൂർ ഞങ്ങളുടെ കയറിയ ക്രൂവാണ്. ആ ബെസ്റ്റ് ഇത് കേൾക്കണോ, ആ ജലം എക്സ്പ്രസ് 5.25 മണിക്കൂർ ലേറ്റാണ്. പോരെ, വെറുതെ അല്ല അതിനെ അവിടെ പിടിച്ചിട്ടത്. ഞാൻ എന്തോ അത് വിടാത്തത്, എന്നാലും അത് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി പോകാൻ പോകുന്നത് നമ്മുടെ മംഗള എക്സ്പ്രസ് പോകുന്ന റൂട്ടിലാണ്. സെയിം റൂട്ട് തന്നെ കേട്ടോ. മംഗള എക്സ്പ്രസ്സിൻ്റെ സെയിം റൂട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ഫുഡ് ഓപ്ഷൻ എന്ന സാധനം ഒന്നുമില്ല. ഓൺലൈൻ ഡെലിവറി ആണെങ്കിൽ വണ്ടി ലേറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ പിന്നെയും കിട്ടും കേട്ടോ, എന്നാലും കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇറ്റാർസിയിൽ നിന്ന് രാവിലെ ഈ സ്റ്റേഷനകത്ത് തന്നെ ഔട്ടറിൽ നിന്ന് കയറി ചാടി ഓർഡർ എടുക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. അവരുടെ അടുത്ത് ഞാനൊരു ഇഡ്ഡലി അവിടെ മേടിച്ചു. കാക്കാശിന് കൊള്ളൂല്ലെന്നാണ് തോന്നുന്നത്, കഴിച്ചു നോക്കട്ടെ. ഇഡ്ഡലി വടയ്ക്ക് വരും 2 ഇഡ്ഡലിയും ഒരു വട എന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ അതിന് വരും 3 ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. പിന്നെ ഒരു സാമ്പാറും ഉണ്ട്. സാമ്പാറൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഇതെന്തോ സാധനം എന്ന് അറിയത്തില്ല. എന്തോ ഒരു സാധനം കഴിച്ചു നോക്കട്ടെ. ഈ വെള്ളം പോലെ ഇരിക്കുന്ന ഈ സാധനത്തിന് ഞാൻ സാമ്പാറെന്ന് പറഞ്ഞാൽ സാമ്പാറിന് വരെ നടക്കേടാവും ഇപ്പം കേട്ടോ. 80 രൂപയാണ് അവൻ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച ഈ സാധനത്തിന്. 80 രൂപ അറിയോ? പോരെ, കത്തി എന്ന് വെച്ചാൽ ഇത്യാദി കത്തി. ഈ 3 ഇഡ്ഡലിക്കാണ് 80 രൂപ. ഓ, കാക്കാശിനുള്ളില്ല, ഒരു ടേസ്റ്റും ഇല്ല. അതിൻ്റെ സാമ്പാറിന് പോലും വിളിക്കാൻ പറ്റത്തില്ല, എന്തോ ഒരു സാധനം കലക്കിയ വെള്ളം. ആ 3 ഇഡ്ഡലിയിൽ ഞാൻ ആകെ 1.5 ഇഡ്ഡലിയാണ് കഴിച്ചത്. ബാക്കി ഞാൻ കളഞ്ഞ. ഈ കഴിക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അഴുക്കല്ല, ചൂടൊക്കെ ഉണ്ട്, പക്ഷേ ആ ടേസ്റ്റ് നമുക്ക് പിടിക്കുന്നില്ല. എന്തൊക്കെയോ ഇട്ട് ആകെ മൊത്തത്തിൽ. പിന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ 2 രാത്രിയിലാണ് ഈ വണ്ടിയിൽ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നമുക്ക് ഫ്രീ ആയിട്ടൊരു രാത്രിയും കൂടെ നമുക്ക് മിക്കവാറും തരും കേട്ടോ. നമ്മൾ സൺഡേ ആണ് എത്തേണ്ടത്, പക്ഷേ നമ്മൾ മൺഡേ മിക്കവാറും എത്തും. നമ്മളിപ്പോഴും വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഭോപ്പാൽ ഡിവിഷനാണിത്.
അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നമ്മൾ സെൻട്രൽ റെയിൽവേയിൽ കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേഷൻ ഇങ്ങനെ ലൂപ്പ് ട്രാക്കിൽ കൂടെ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്തോ പണി നടക്കുമായിരുന്നു അവിടെ മെയിൻ ട്രാക്കിൽ. അപ്പോൾ ലൂപ്പ് ട്രാക്കിൽ കൂടെ നമ്മൾ ഇങ്ങനെ പയ്യെ സ്കിപ്പ് അടിക്കുകയാണ്. വണ്ടി 90 ഇതിൻ്റെ മാക്സിമം സ്പീഡെന്ന് പറയുന്നത് ഈ സാധനത്തിൻ്റെ. അതുകൊണ്ട് വൻ ശോകമാണ് കേട്ടോ. ഈ സ്പെഷ്യൽ ഫെയർ സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യലിൻ്റെ യാത്ര ചിലവ് എത്രയെന്നറിയോ? 3895 രൂപ. AC 2 ടയറിന് പോരെ. എല്ലാ സ്റ്റേഷനാകുമ്പോൾ ഒന്ന് ചവിട്ട്, എന്തോ അതൊരു പിടിയില്ല, എന്തോ കിടവാണെന്ന് നോക്കണേ. ഇപ്പം അത്യാവശ്യം ഡിമാൻഡുള്ള സ്പെഷ്യൽ ട്രെയിൻസ് എല്ലാം അവർ റെഗുലറൈസ് ചെയ്യുവാണല്ലോ. അതുപോലെ തന്നെ ഈ വണ്ടിയും റെഗുലറൈസ് ചെയ്യുവാണ്. നമ്മുടെ ഈ ജബൽപൂർ കോയമ്പത്തൂർ അതൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയായിട്ടാണ് റെഗുലറൈസ് ചെയ്യുന്നത്. അതിൻ്റെ ട്രെയിൻ നമ്പർ വന്നിരിക്കുന്നത് 20159 20160. സൂപ്പർ ഫാസ്റ്റായിട്ട് റെഗുലറൈസ് ചെയ്തായെങ്കിലും ഇത് ഓൺ ടൈമെങ്കിലും ഓടിയാൽ മതി. അതിൻ്റെ ഓർഡറൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അത് എപ്പം ഓടി തുടങ്ങും എന്നൊന്നും ഒരു വ്യക്തതയും വന്നിട്ടില്ല ഇതിനായിട്ട്. അപ്പോൾ ഈ വണ്ടി എന്തായാലും റെഗുലറൈസ് ചെയ്യുവാണെങ്കിൽ ജബൽപൂരുള്ള മലയാളികൾക്ക് എന്തായാലും ഒരു പെർമനൻറ്റ് വണ്ടി കിട്ടും. പക്ഷേ ഇത് ഓൺ ടൈം ഓടണം. പെർമനൻ്റ് ആക്കിയിട്ട് ഇതേപോലെ ഓൺ ടൈം ഓടിയില്ലെങ്കിൽ കഴിവ് കടന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഈ വണ്ടി മണിക്കൂറുകളോളം ലേറ്റ് ആവാൻ കാര്യം അതിൽ ഒരു ഫാക്ടർ ഇതിൻ്റെ ടൈം ടേബിളാണ്. ഇവർ ഈ സൂപ്പർ ഫാസ്റ്റ് വണ്ടിയുടെ ടൈം ടേബിളാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ ഇട്ടേക്കുന്നത്. അങ്ങനെയാണ് ഓടിക്കുന്നത്. അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രയോറിറ്റി എടുത്ത് ഓടിക്കണം. ഇത് അതൊന്നും കൊടുക്കത്തുമില്ല. 57 km/h ആവറേജ് സ്പീഡുണ്ട് ഞാൻ നോക്കിയപ്പോൾ. എന്നിട്ട് ഇതേപോലെ ഇട്ടഴിക്കും. അന്ന് ആ ശബരിമല സ്പെഷ്യൽ തുടങ്ങി എനിക്ക് ഓർമ്മയില്ല. അന്ന് അവർ ടൈം ടേബിൾ ഇട്ട സെറ്റായിരുന്നു. എല്ലായിടത്തും നല്ല സ്ലാക്ക് ഇട്ട് കൊടുത്ത് വണ്ടീനെ അത്യാവശ്യം തേച്ച് ലാസ്റ്റ് അവിടെ ഇടയ്ക്ക് ഓൺ ടൈം എത്തിയും. അങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ഓടിക്കാൻ വേണ്ടി. ഇത് റണ്ണിങ് ടൈം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഡിലേ വെച്ച് പോവുകയാണെങ്കിൽ നമ്മൾ മുംബൈ എത്തുന്നത് നല്ല സമയത്താണ്. കാരണം ഇഷ്ടംപോലെ വണ്ടി ഡിപ്പാർട്ടാകുന്ന സമയത്താണ്. നമ്മുടെ നാട്ടിലേക്കും ദുരന്തോയും മറ്റേ LTT കൊച്ചുവേളി ആദ്യം ഇത് എല്ലാം വിടുന്ന സമയത്തൊക്കെയാണ് ഇത് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഇത് അതിൻ്റെ എല്ലാം പുറകിലേ വിടത്തുള്ളൂ, ഉറപ്പാണ്. കൊങ്കൻ വെയിറ്റിംഗ് ആണ് നമ്മുടെ വണ്ടിയെ കിട്ടാൻ വേണ്ടി. കയ്യിൽ പിടിച്ച് നെക്കി ഇതാക്കും. സ്റ്റാർസ് ചെയ്യേണ്ടല്ല, നമ്മുടെ സ്പെഷ്യലിൻ്റെ അടുത്ത സ്റ്റോപ്പ് നമ്മൾ എത്തുവാണ്. ഹർദാൻ എന്നൊരു സ്ഥലമാണിത്. കൊങ്കൺ ആളെ ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ വരെ 4-5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ സ്പെഷ്യലിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെനിക്കൊന്ന് ലാസ്റ്റ് ഈ റൂട്ടിൽ വന്നത് അന്ന് ആ ജലം എക്സ്പ്രസ്സിന് വന്നില്ല, നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറയിലുണ്ട് ആ വണ്ടി. ആ വണ്ടിക്കാന്ന് തോന്നുന്നു നമ്മൾ ഈ റൂട്ടിൽ ലാസ്റ്റ് വന്നത്. അതൊരു LHP പാഴ്സൽ വണ്ടി പോകുന്നത് കണ്ടോ. LHP പാഴ്സൽ വണ്ടി കണ്ടോ, ഹൈ കപ്പാസിറ്റി പാഴ്സൽ വൻ ഉള്ളതല്ലേ. 4 മണിക്കൂർ 20 മിനിറ്റ് ലേറ്റാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ വണ്ടിക്കുള്ളത്. നമ്മുടെ ഈ കോച്ച് 2011 ഉണ്ടാക്കിയ കോച്ചാണേ. അതായത് ഇപ്പോൾ 15 കൊല്ലം പഴക്കമുണ്ട് ഈ കോച്ചിന്.
ഉറക്കത്തിൻ്റെ ചെറിയൊരു ഹാങ് ഓവർ എൻ്റെ സംസാരത്തിലും മുഖത്തിലുമൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ ഉറക്കം റെഡി ചെയ്യില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഈ വണ്ടി ശരിക്കും തുടങ്ങിയത് 2017 2017 തുടങ്ങിയതായി ഇപ്പോൾ 9 കൊല്ലമായി സ്പെഷ്യൽ ട്രെയിൻ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഓടുന്നു. ആദ്യമൊക്കെ ഇത് ഓൾമോസ്റ്റ് ഒക്കെ ഓൺ ടൈമൊക്കെ എത്തുമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴൊരു അതായത് ഇത് 2-2:30 എങ്ങാണ്ടാണ് ഉച്ചയ്ക്ക് കോയമ്പത്തൂർ എത്തേണ്ടത്. പക്ഷേ ഇത് മിക്കപ്പോഴും എത്തുന്നത് രാത്രി 12:30, ചിലപ്പോൾ അടുത്ത ദിവസം 4 മണി, രാത്രി 1:30, 2 മണി ആ റേഞ്ചിലൊക്കെയാണ് എത്തുന്നത്. അതുകൊണ്ട് ഇതിന് കറക്റ്റ് സമയം എപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇന്ന് കോയമ്പത്തൂർ സെക്കൻഡറി മെയിൻ്റനൻസ് ഉണ്ട്. കാരണം 2000 കിലോമീറ്റർ ഓടിപ്പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതിന് അവിടെ സെക്കൻഡറി മെയിൻ്റനൻസ് ഉണ്ട് കോയമ്പത്തൂർ. ഇത്രയും പൈസയും മേടിച്ച് ഇത്രയും ലേറ്റായി പോകുകയാണെങ്കിൽ ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളിത് ഓടുന്നത്. എത്ര ലേറ്റ് ആണെങ്കിലും ഇതിൽ കയറിപ്പോകാൻ ആൾക്കാരുണ്ട്. അതാണ് വണ്ടി ഇപ്പോഴും ഫുള്ള്. 2030 വരെ ഈ സ്പെഷ്യൽ ട്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അറിയാമോ? അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. അതിന് മുമ്പ് ഇത് പെർമനൻ്റ് ആക്കാൻ വേണ്ടി ഇതിന് ഓർഡർ വന്നിട്ടുണ്ട്. പെർമനൻ്റ് ആക്കുകയാണെങ്കിൽ ഇവർ അത് ശരിക്കും പെർമനൻ്റ് ആക്കുകയാണെങ്കിൽ ഇവർ നല്ല പഞ്ച്വാലിറ്റിയിൽ ഓടിക്കണം എന്നാണ്. ഓടിച്ചില്ലെങ്കിൽ അതവരുടെ കഴിവുകേട് തന്നെയാണ്, വേറൊന്നുമല്ല. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. നമ്മുടെ വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 മണിക്കൂർ 50 മിനിറ്റ് ലേറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേ ജലം എക്സ്പ്രസ് ഇപ്പോഴും പുറകിലുണ്ടത്. അത് 2 സ്റ്റേഷൻ പുറകിലാണ്. നമ്മളിപ്പോൾ മധ്യപ്രദേശിലെ ഖണ്ഡ്വാൻ എന്നൊരു സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഒന്നെങ്കിൽ എന്തോ വലുത് വരാനിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഭ്രാന്തതയാണ്. എന്തായാലും നോക്കാം. ഈ ഇറ്റാർസിന്ന് നാസിക് എന്ന് പറഞ്ഞ സ്ഥലം വരെ ഒരു കുന്തവും കാണാനില്ലാത്ത റൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഭയങ്കര ഡ്രൈ റൂട്ടാണ്, ഒന്നുമില്ല കാണാൻ വേണ്ടി. ഇതേപോലെ കുറേ പ്ലെയിൻ ലാൻഡും പിന്നെ ഇടയ്ക്ക് കുറേ കൃഷി സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം പുറത്തൊന്നും കാണിക്കാത്തത്. നമ്മുടെ മെയിൻ റൂട്ട് ഭംഗിയുള്ള റൂട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. ഏതൊക്കെയോ LHP വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇതിനൊന്നും പേര് വായിക്കാൻ പോലും പറ്റുന്നില്ല. പടുതി കണ്ട് എനിക്ക് തോന്നുന്നു വല്ല ബംഗാൾ വല്ലതും പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ സോൺ മാറി ഇപ്പോൾ സെൻട്രൽ റെയിൽവേയിൽ കയറി. സെൻട്രൽ റെയിൽവേയുടെ ഭുസാവൽ ഡിവിഷനാണിത് കേട്ടോ. ഇത്രയും നേരം നമ്മൾ കണ്ട് അവിടെ ആയിരുന്നു ബോർഡർ, അവിടെ ഒരു ബോർഡർ ഉണ്ടായിരുന്നു. ഇത്രയും നേരം നമ്മൾ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഭോപ്പാൽ ഡിവിഷനിലായിരുന്നു. ഇപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേ ആണ്, ഭുസാവൽ ഡിവിഷൻ. പക്ഷേ സംസ്ഥാനം മാറിയിട്ടില്ല. സംസ്ഥാനം എപ്പോഴും MP തന്നെയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്ര കയറത്തുള്ളൂ. ഖണ്ഡ്വാ ജംഗ്ഷൻ നമ്മൾ കണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ടറിൽ കണ്ട് പിടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഉരുണ്ട് പയ്യാണ് പോകുന്നത്. ഈ ഖണ്ഡ്വാ എന്ന സ്ഥലത്തു നിന്നേ എനിക്ക് തോന്നുന്നത് ആ ലൈൻ കണ്ടോ, ആ ലൈന് ഇവർ അത് ഇൻഡോറിലേക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇൻഡോർ ഉണ്ടല്ലോ, ഇൻഡോർ ഇവരുടെ തലസ്ഥാനം. അപ്പോൾ ഇൻഡോറിലേക്ക് ഇവർ ഇവിടെ നിന്നൊരു ലൈൻ പണിതുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വളഞ്ഞുള്ളൊരു വഴിയാണ്. അപ്പോൾ ഇവർ ഈ ഖണ്ഡ്വയിൽ നിന്നും ഈ ഇറ്റാർസി വഴി കറങ്ങിപ്പോകാതെ, ഈ ഭോപ്പാൽ വഴി പോകാതെ ഇൻഡോർ പോകാൻ വേണ്ടി ഒരു ഷോർട്ടർ റൂട്ട് ഇവരിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. നമ്മളങ്ങനെ കണ്ട് ഖണ്ഡ്വാ ജംഗ്ഷനിൽ കണ്ട് കയറുകയാണ്. ഈ ഇറങ്ങി കിടന്ന വണ്ടി, ഇതിൻ്റെ പേര് കുശിനഗർ സൂപ്പർഫാസ്റ്റ് എന്നാണ്. ഗോരഖ്പൂർ വരെ പോകുന്നൊരു വണ്ടിയാണത്. കുശിനഗർ സൂപ്പർഫാസ്റ്റ് കേട്ടോ നാടി പോകുന്നത്. അത് ഓൺ ടൈമാണ് വണ്ടി. നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂർ 35 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ കയറുന്നത് കേട്ടോ ഖണ്ഡ്വയിലെ. നമ്മളങ്ങനെ സെൻട്രൽ റെയിൽവേയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വണ്ടീനെ എപ്പോഴും ഈ സെൻട്രൽ റെയിൽവേ ആണ് തേച്ചൊട്ടിച്ച് വിടുന്നത്. ഇതിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് കാണാറ്. സെൻട്രൽ റെയിൽവേ ആണ് ഇതിനെ എപ്പോഴും തേക്കുന്നത്. അപ്പോൾ സെൻട്രൽ റെയിൽവേയിൽ നമ്മളിനി കയറി. ഇനി നമ്മൾ പനവേൽ വിടുന്ന വരെ സെൻട്രൽ റെയിൽവേ ആണ് കേട്ടോ ഫുള്ള്. ഇനി അതിന് വൈകിട്ട് ഇത് മിക്കവാറും രാത്രിയാവും മുംബൈയൊക്കെ എത്താൻ വേണ്ടി. നോക്കാം എങ്ങനെ. എന്തായാലും ഇപ്പോൾ വലിയ ഡിലേ ഇല്ല, 3.5 മണിക്കൂറിട്ട് ഇപ്പോൾ ഡിലേ ഉള്ളൂ. നമുക്കിനി ഇതിന് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള ഓട്ടമാണ് ഇനി നിർണായകം. ഞാനിവിടെ സ്റ്റേഷനിൽ നിന്ന് പഴം മേടിച്ചാണ്. 50 രൂപയ്ക്ക് തൊട്ട് ഇത്രയും പഴം കിട്ടി. ഇതിന് ഇത്രയും പഴം, അയ്യോ കൊള്ളാം കേട്ടോ, നല്ല പഴം കേട്ടെ. ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമ്മുടെ വണ്ടി ഇവിടെ എടുത്തിരിക്കുകയാണ് ഖണ്ഡ്വാ ജംഗ്ഷനിൽ നിന്നും. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഒരു 100 കിലോമീറ്റർ കൂടുതലുണ്ട്. ഭുസാവൽ ജംഗ്ഷനാണ് അടുത്ത സ്റ്റോപ്പ് കേട്ടോ. അപ്പോൾ ഇനി ഭുസാവൽ നിർത്തത്തുള്ളൂ. ഭുസാവൽ മഹാരാഷ്ട്രയിലാണ്. ഞാൻ ചുമ്മാ സൊമാറ്റോ വഴി നോക്കിയപ്പോൾ ഭുസാവലിൽ ഡെലിവറി കാണിക്കുന്നുണ്ടായിരുന്നു. ഭുസാവൽ വെച്ച് ഉച്ചയ്ക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുമെന്ന് ആർക്കറിയാം, വണ്ടി ലേറ്റ് ആവായിരുന്നാൽ മതി. പുറകിൽ ജലം എക്സ്പ്രസ് പുറകിൽ വന്ന് ഇങ്ങനെ ഹൊയ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്.
അത് കയറിപ്പോകുമെന്ന് അറിയത്തില്ല. ഇനി സെൻട്രൽ റെയിൽവേയിൽ കയറിയിട്ട് സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയാണല്ലോ ജലം. നീ ഇവർ അതോർത്തിട്ട് ഇനി കയറ്റി വിടുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. അതങ്ങനെ പറയാൻ കാര്യം, ചില സോണുകാർ അവരുടെ വണ്ടികൾക്കൊക്കെ നല്ല പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അങ്ങനെ ഉണ്ട് ശരിക്കും ചില സോണുകാർ. എല്ലാം ഒന്നുമില്ല, നമുക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ചിലപ്പോൾ സംഭവിക്കാം, നോക്കാം. എന്തായാലും നമ്മുടെ സ്പെഷ്യലിന് അസീർഗഡ് അവിടെ നിന്ന് സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടേക്കുവാണ്. ഓവർടേക്ക് ഒന്നുമല്ല, മെയിൻ ലൈനിലാണ് പിടിച്ചിട്ടേക്കുന്നത്. എന്താണെന്നൊരു പിടിയില്ല. മുന്നിൽ എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിടപ്പട്ടോ. നല്ല പൊരിഞ്ഞ ചൂടാണ് ഇവിടെ, നല്ല ചൂടാണ്. നമ്മുടെ ഈ സ്പെഷ്യൽ ഉണ്ടല്ലോ, ഈ ഭുസാവൽ വിട്ടാൽ പിന്നെ നാസിക് റോഡ് വരെ ഇത് നോൺ സ്റ്റോപ്പാണ്. അതിനിടയ്ക്കുള്ള ജൽഗാവ്, ചാലിസ്ഗാവ്, മൻമഡ് ഒന്നും നിർത്തത്തില്ല. അതെല്ലാം സ്കിപ്പടിച്ച് പോകുന്ന ആൾക്കാരെ അവിടെയൊക്കെ മിക്കവാറും ചവിട്ടുമായിരിക്കും. എൻ്റെ ഷെഡ്യൂൾ പ്രകാരം നോൺ സ്റ്റോപ്പാണ്. പിന്നെ നാസിക്കിലാണ് സ്റ്റോപ്പുള്ളത്. സ്റ്റോപ്പ് കുറവാണ്. നല്ല ടൈം ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്നും ഇവർ റെഗുലറൈസ് ചെയ്തില്ല. അപ്പോൾ റെഗുലറൈസ് ചെയ്തപ്പോൾ ഈ സെയിം ടൈം ടേബിൾ എൻ്റെ ആണെന്ന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതാണിപ്പോൾ ലേറ്റ് ആവാൻ കാര്യം. കണ്ട് ഇപ്പോൾ ഇവിടെ പിടിച്ചിട്ടേക്കുവാണ്. എന്താണ് റീസൺ എന്നറിയത്തില്ല. എന്തെങ്കിലും ലൈൻ ബ്ലോക്ക് ആവാനാണ് ചാൻസ്, അല്ലാണ്ടൊന്നും അല്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വണ്ടി പോകുന്നില്ല. ലൈൻ ബ്ലോക്ക് ആയിരിക്കും. എന്തെങ്കിലും പണി കാരണം ലൈൻ ബ്ലോക്ക് ചെയ്തിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ടിൽ എന്തെങ്കിലും ഗുഡ്സോ. പക്ഷേ ഗുഡ്സൊക്കെ ക്ലിയർ ആയി പോകുന്ന സമയം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിടിച്ചിട്ടേക്കുന്നത്. ലൈൻ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നത്. കാരണം നമ്മുടെ തൊട്ട് മുന്നിലൊരു ബറൻപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അവിടെ ഒരു മുംബൈ CSMT ഗോരഖ്പൂർ സ്പെഷ്യൽ ട്രെയിനും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കും. നമ്മളിപ്പോഴും മധ്യപ്രദേശ് സംസ്ഥാനം വിട്ടിട്ടില്ല കേട്ടോ. അത് ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല. ഇപ്പോഴും നമ്മളിവിടെ മധ്യപ്രദേശിൽ കിടക്കുകയാണ്. കുറച്ചുകൂടെ കഴിയണം, എന്നാലേ മഹാരാഷ്ട്ര ആകത്തുള്ളൂ. മറ്റേ ആ ഗോരഖ്പൂർ സ്പെഷ്യലിന് ഇപ്പം സിഗ്നൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് ആയിട്ടില്ല കേട്ടോ. ഇനി അത് വന്നിട്ടാണോ പോകുന്നതെന്നും അറിയത്തില്ല. അതാണ് മുംബൈ LTT ഗോരഖ്പൂർ സ്പെഷ്യൽ. അപ്പോൾ അത് പോയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ വിടുമോയെന്ന് ആർക്കറിയാം. നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ ആയതാണേ. അപ്പോഴേക്കും അവിടെ അതിന് മുന്നേ അവിടെ ജനറൽ ഉള്ളവന്മാർ ചെയിൻ വിളിച്ചിട്ട് ഗാർഡ് ഇപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്തിട്ട് ഗാർഡ് കണ്ട് പുറകിലേക്ക് പോകണം. നോക്കി എന്തോ സോക്കേടൊക്കെ നോക്കണം ഓരോരുത്തന്മാർക്കൊക്കെ. വണ്ടിക്ക് സിഗ്നൽ കൊടുത്തിട്ട് കുറച്ച് നേരമായി. അത് വണ്ടി മൂവ് ചെയ്യാത്തതുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ലാസ്റ്റ് ഇറങ്ങി വന്ന് പുള്ളി ഏതാണ്ടൊക്കെ അവിടെ എന്തോ കൈയും കാലും ഒക്കെ കാണിക്കുന്നത്. ഗാർഡൊക്കെ ഇറങ്ങി വന്ന് എന്തൊക്കെയാണോ ദൈവമേ. ഇങ്ങനെയാണ് ഈ വണ്ടികളൊക്കെ ലേറ്റ് ആകുന്നത്. ഇതുപോലെ ഓരോ പരിപാടിയൊക്കെ കാണിക്കും ഓരോരുത്തന്മാർ. ഒരു അരമണിക്കൂർ ഇവിടെ പിടിച്ചിട്ടിട്ട് നമ്മളിപ്പോൾ 4.25 മണിക്കൂർ ലേറ്റ് ആയിട്ട് കണ്ട് ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഭുസാവൽ എത്തുന്ന ഒരു 1:15-1:30 ആവും കേട്ടോ. സമയമെടുക്കും. ഇനി ഇതൊരു വൃത്തികെട്ട റൂട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്, ഒരു വകയില്ല. അതുകൊണ്ട് ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഭുസാവൽ വരെ കവർ ചെയ്യുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഉള്ളതാണ് ഇനി സെക്കൻഡ് പാർട്ട്. ഞാനിവിടെ ഫസ്റ്റ് AC ബാത്റൂം ഉണ്ട്. ഇവിടെ ഒന്ന് കയറി കുളിച്ചാലോ, കയറി കുളിക്കാം, അതാ നല്ലത്. ബാത്റൂം ഉണ്ട് ഇവിടെ. ഞാൻ നല്ല സൂപ്പറായിട്ട് കുളിച്ച്. നമ്മൾ ഈ റൂമിലൊക്കെ കുളിക്കത്തില്ല, അതേപോലെ നല്ല കിടലായിട്ട് കുളിച്ച് ഫ്രഷ് ആയി. എവിടെ എങ്ങോട്ടും പിടിച്ചിട്ടേക്ക് പോകട്ടെ, എവിടെ നോക്കട്ടെ പുറത്ത് പോയിട്ട്. ഓവർടേക്കാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ ലൂപ്പ് ട്രാക്കിലാണ് കൊണ്ടിട്ടത്. അടിപൊളി. അപ്പൊ ജലം എക്സ്പ്രസ് ഇപ്പൊ കയറി ഓവർടേക്ക് അടിക്കുക. അത് തൊട്ടുപുറത്തെ സ്റ്റേഷനിലുണ്ട്. ജലം മാത്രമല്ല ഗൈസ്, അതിന്റെ പുറകെ കർണാടക എക്സ്പ്രസ്സും ഉണ്ട്. ഡൽഹിയിൽ ബാംഗ്ലൂർക്ക് പോകുന്നത് ശുഭം ഉണ്ട്. ഇവിടെ അപ്പുറത്തെ ട്രാക്കിലും വേറെ ഏതോ ഒരു വണ്ടി ലൂപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ഏതാണോ എന്തോ നമുക്ക് അതും ലൂപ്പ് ചെയ്യാണ്. ഏതോ വണ്ടിക്ക് ഓവർടേക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. അല്ല കേട്ടോ, അതിനിവിടെ സ്റ്റോപ്പുള്ളതാണ്. ഇത് ഭുസാവലിന് കട്നിക്ക് പോകുന്നൊരു സാധാരണ എക്സ്പ്രസ് ട്രെയിനാണ് കേട്ടോ. അതിനിവിടെ സ്റ്റോപ്പുണ്ട്, അതാണ് ഇവിടെ പിടിച്ചത്.
ഓവർടേക്ക് നമ്പർ 1 പൂനെ പോകുന്ന ജലം എക്സ്പ്രസ് ആണ് പോയത്. നമ്മൾ ആ വണ്ടിക്ക് end to end പോയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറകിൽ കർണാടക എക്സ്പ്രസ് ഉണ്ട്, അത് മിക്കവാറും കയറും കേട്ടോ. നമ്മൾ കർണാടക എക്സ്പ്രസിന് ഓവർടേക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പുറത്തോടെ താണ്ട് വേറെ ഏതോ വണ്ടിയൊക്കെ വരുന്നത്. അഹമ്മദാബാദിൽ നിന്ന് സഹർസ വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. കർണാടക എക്സ്പ്രസ് ഇപ്പോൾ തൊട്ട് പുറത്തെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ അവിടെ നിന്ന് വിട്ട് നമ്മൾ ഓട്ടോയ്ക്ക് ഇടിക്കും. ഈ സെക്ഷനിലൊന്നും ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് അല്ല, അതുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ എത്തിയാൽ ഇത് വണ്ടി വിടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ 4 മണിക്കൂർ 47 മിനിറ്റാണ് ലേറ്റ്. ഇനിയിപ്പോൾ കർണാടകയുടെ ഓവർടേക്കോട് കഴിയുമ്പോൾ എന്തായാലും ഒരു 5 മണിക്കൂർ അല്ല 5.25 മണിക്കൂറെങ്കിലും ആവും. നമ്മുടെ സ്പെഷ്യലിൽ അങ്ങനെ കർണാടക എക്സ്പ്രസ്സും കയറി തേച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ ചെയ്യുകയാണ്, നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടി നമ്മൾ കാണാൻ പോകുന്ന എവിടം തൊട്ട് എവിടം വരെ അതൊന്നും ചോദിക്കരുത്. വീഡിയോ എടുത്ത് മുറക്കൊക്കെ നിർത്തും, അത്രേ ഉള്ളൂ. കാരണം ഇത് എപ്പോൾ എവിടെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ 5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇനി എത്ര മണിക്കൂർ ലേറ്റ് ആവും, 5 10 15 എന്നൊന്നും അറിയത്തില്ല. കൊങ്കൺ റെയിൽവേയും പിന്നെ നമ്മുടെ സെൻട്രൽ റെയിൽവേയുടെ മുംബൈ ഡിവിഷനും ഒക്കെ നമ്മളെ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, കിടന്ന് പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്താവുമെന്ന് ഇനി കാണാം. അപ്പോൾ ബൈ, അടുത്ത ദിവസം കാണാം സെക്കൻഡ് പാർട്ടുമായിട്ട്.